ഹായ് ഗായ്സ്, ഈ ആഴ്ചത്തെ ടെക് ന്യൂസുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം ആപ്പിളിൻ്റെ കാര്യമാണ്. ആപ്പിളിൻ്റെ സിഇഒ മാറിയിരിക്കുകയാണ്. ജോൺ ടെർനസ് ആണ് ആപ്പിളിൻ്റെ പുതിയ സിഇഒ. അപ്പോൾ ജോൺ ടെർനസ് ടിം കുക്കിനെ പോലെയല്ല. ടിം കുക്ക് കുറച്ചുകൂടി ഒരു മാർക്കറ്റിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിം കുക്കിൻ്റെ കാലഘട്ടത്ത് ആപ്പിൾ അങ്ങനെ മേജർ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഒന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജോൺ ടെർനസ് ഒരു ഹാർഡ്വെയർ ഗായ് ആയതുകൊണ്ട് തന്നെ ജോൺ ടെർനസിൻ്റെ കാലത്ത്, അതായത് ഇനിയുള്ള കുറച്ച് വർഷങ്ങളിലേക്ക് ആപ്പിൾ കുറച്ചുകൂടി ഹാർഡ്വെയർ ഫോക്കസ്ഡ് ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങാൻ എന്തായാലും ഒരു 2-3 കൊല്ലം എടുക്കുമായിരിക്കും ഈ ജോൺ ടെർനസിൻ്റെ താഴെ വരുന്ന ഈ ഒരു ചേഞ്ചസ് ഒക്കെ കാണാനായിട്ട്. ഈ ഒരു ഹാർഡ്വെയറിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഐഫോൺ 18 സീരീസിൻ്റെ കുറേ കാര്യങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. മെയിൻലി ഹാർഡ്വെയറിൻ്റെ കാര്യമാണ്. അടുത്ത 3 കൊല്ലത്തേക്കുള്ള ഐഫോൺസിൽ, എസ്പെഷ്യലി ഐഫോൺ 18 പ്രോ, 19 പ്രോ ആൻഡ് 20 പ്രോ, ഈ 3 ഫോൺസിലും ക്യാമറ അപ്ഗ്രേഡ്സ് ഉണ്ടാവുന്നതാണ് പുതിയ റൂമേഴ്സ് പറയുന്നത്. 18 പ്രോവിൽ ഒരു വലിയൊരു മെയിൻ സെൻസർ, ഒരു 1/1.12 ഇഞ്ചിൻ്റെ മെയിൻ സെൻസറും അതിൻ്റെ കൂടെ തന്നെ ഒരു വേരിയബിൾ അപ്പർച്ചറുമാണ് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് അടുത്ത 2 കൊല്ലങ്ങളിലായി ഒരു 200 MP ടെലിഫോട്ടോ ക്യാമറയും അതേപോലെ തന്നെ OIS സ്റ്റെബിലൈസ്ഡ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. ഈ സ്പെക്സ് ഒക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അൾട്രാ സ്മാർട്ട് ഫോൺസിൽ വരുന്നത്. അതായത് വിവോയുടെ X300 അൾട്രയിലും ഒപ്പോയുടെ ഫൈൻഡ് X9 അൾട്രയിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ X9 അൾട്ര, വിവോ X300 അൾട്ര, ഇതൊക്കെ ഭയങ്കര നീഷ് ആയിട്ടുള്ള ഫോൺസാണ്, ക്യാമറ ഓറിയൻറ്റഡ് ഫോൺസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങാൻ ചാൻസുമില്ല ആൻഡ് ഭയങ്കര പ്രൈസിയറാണ്. പക്ഷേ ആപ്പിളിനെ പോലത്തെ ഒരു കമ്പനി അടുത്ത 2-3 കൊല്ലത്തിൽ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ, അതും ഇത്രയും മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് നമുക്ക് സ്മാർട്ട് ഫോൺ ക്യാമറാസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വരുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഐഫോൺ 20-ൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ തിരിച്ചു വരിക എന്നാണ് പറയുന്നത്. ചൈനീസ് സ്മാർട്ട് ഫോൺസ് ഒക്കെ കുറച്ച് കാലം മുമ്പ് വരെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആപ്പിൾ ഫ്ലാറ്റ് ഡിസ്പ്ലേയിലേക്ക് മാറിയപ്പോൾ തന്നെ ഇവന്മാരെല്ലാവരും കൂടി ഫ്ലാറ്റ് ഡിസ്പ്ലേയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആപ്പിൾ പിന്നെയും ക്വാഡ് കർവ്ഡിലേക്ക് വരുമ്പോൾ ഇവന്മാരെല്ലാവരും പിന്നെയും ക്വാഡ് കർവ് ഡിസ്പ്ലേയിലേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഐഫോൺ 18 കാര്യമാണ്. ഐഫോൺ 18-ൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുറച്ച് ഡൗൺഗ്രേഡാണ് വരാൻ പോകുന്നത്. ഐഫോൺ 17-ലും 17 പ്രോയിലും സാംസങ്ങിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാനലാണ് യൂസ് ചെയ്യുന്നത്. ഐഫോൺ 18-ലേക്ക് വരുമ്പോൾ ആപ്പിൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് M12 എന്ന് പറയുന്ന പാനലാണ്. ഈ M12 എന്ന് പറഞ്ഞ പാനലാണ് ഐഫോൺ 14 പ്രോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും പഴയൊരു പാനലാണ് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നത് ഐഫോൺ 18-ൽ. പക്ഷേ പാനൽ പഴയതാണെങ്കിലും പുതിയ റാം, അതായത് 12 GB റാമാണ് ആപ്പിൾ ഐഫോൺ 18-ൽ പ്ലാൻ ചെയ്യുന്നത്. സോ പുതുതായിട്ടുള്ള AI കാര്യങ്ങളൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. AIൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് iOS 27-ൽ, അതായത് ഈ കൊല്ലം വരുന്ന ഐഫോൺ 18 സീരീസിൽ iOS 27-ൽ ആപ്പിൾ സിറിനെ പവർ ചെയ്യുന്നത് ജെമിനയാണ്. എങ്ങനെയാണ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. അവരുടെ പ്രൈവറ്റ് ക്ലൗഡ് ത്രൂ ആണോ അതോ അവർ ഡയറക്റ്റ്ലി ഗൂഗിൾ സെർവേഴ്സിലേക്ക് ഡാറ്റ അയച്ചിട്ടാണോ നമുക്ക് നോക്കണം. ആപ്പിളിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവരുടെ പ്രൈവറ്റ് ക്ലൗഡ് ത്രൂ മാത്രമേ അവർ ഈ ഡാറ്റ റൂട്ട് ചെയ്യുള്ളൂ. എന്താ വെച്ചാൽ അവരുടെ പ്രൈവസി എന്ന് പറയുന്ന ആ ഒരു കാര്യം സേവ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവരെന്തായാലും ഒരു പ്രൈവറ്റ് ക്ലൗഡ് ത്രൂ ആയിരിക്കും ഈ ഒരു ഡാറ്റ കൊണ്ടുപോകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ ഒരു ലൈസൻസ്ഡ് വേർഷൻ ഓഫ് ജെമിനൈ അവരുടെ സെർവേഴ്സിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സർവീസ് കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം ഒന്നാമത് കുറേ കാലങ്ങളായിട്ട് ഡിലേ ആയിട്ടിരിക്കുന്നതാണ് ആപ്പിളിൻ്റെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സിറി. അപ്പോൾ ജെമിനൈ വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ജെമിനൈ പവർ ചെയ്യുന്നതോടുകൂടി ഇതൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിറി ഈ കൊല്ലം തന്നെ നമുക്ക് കിട്ടും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് അറിയും. അപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് വരിക. ഇനി അടുത്ത ന്യൂസ് പറയുകയാണെങ്കിൽ EU കാര്യമാണ്. EU പുതിയ നിയമമായിട്ട് വരികയാണ്. അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ എല്ലാ സ്മാർട്ട് ഫോൺസ് മാത്രമല്ല, ഗെയിമിംഗ് കൺസോൾസ്, AR ഗ്ലാസസ്, ടോയ്സ്, ഇതെല്ലാം യൂറോപ്പിൽ ഇറക്കുന്ന എല്ലാ സാധനങ്ങളിലും റിമൂവബിൾ ബാറ്ററി വേണമെന്നാണ് EU പറയുന്നത്. ഈ റിമൂവബിൾ ബാറ്ററി വേണമെന്നുള്ള ന്യൂസ് വന്നപ്പോൾ തന്നെ എല്ലാ ആൾക്കാരും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് സ്മാർട്ട് ഫോൺസ് റിമൂവബിൾ ബാറ്ററി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇത് വലിയൊരു പണിയല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഈ എക്സെപ്ഷൻ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു മാനുഫാക്ചറിന് പ്രൂവ് ചെയ്യാൻ പറ്റി അവരുടെ ബാറ്ററി 1000 സൈക്കിളിന് ശേഷവും 80% ബാറ്ററി നിലനിൽക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു റൂള് ബാധകമല്ല. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഐഫോൺ 17 പ്രോയിൽ 1000 സൈക്കിൾസിന് 80% ആണ് അവർ റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐഫോൺസിന് ഇത് അപ്ലിക്കബിൾ ആവില്ല. സാംസങ്ങിന് 1200 സൈക്കിൾസാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് 80%. ഇത് തന്നെയാണ് നത്തിങ്ങും ബാക്കിയുള്ള ചൈനീസ് സ്മാർട്ട് ഫോൺസും എല്ലാത്തിനും. അപ്പോൾ ഈ ഒരു റൂള് കാരണം റിമൂവബിൾ ബാറ്ററി വരുന്ന ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു കാര്യം എന്തായാലും വരാൻ പോകുന്നില്ല. ഈ സ്മാർട്ട് ഫോൺ കമ്പനീസിനൊക്കെ തന്നെ
എക്സെപ്ഷൻ കിട്ടുകയാണ് ഈ ഒരു എക്സെപ്ഷൻ റൂൾ പ്രകാരം. പിന്നെ അതുമാത്രമല്ല, ഈ കമ്പനീസിനൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം ഈ ഒരു റിമൂവബിൾ ബാറ്ററി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു കാര്യം കൂടി അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ നിയമം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, iPhone 18 സീരീസിൻ്റെ മേജർ കളർ എല്ലാം ലീക്കായിരിക്കുകയാണ്. ഇതിൽ ഡാർക്ക് ചെറി എന്ന് പറയുന്ന കളറാണ് ഇവരുടെ മെയിൻ കളർ. അതായത് കഴിഞ്ഞ കൊല്ലം iPhone 17 Proയിൽ ഓറഞ്ച് ഉണ്ടായിരുന്നല്ലേ, അതേപോലത്തെ ഒരു കളറ് ഡാർക്ക് ചെറി എന്നുള്ള കളറാണ്. ഡാർക്ക് ചെറി കൂടാതെ വേറെ ഒരു 3 കളറും കൂടി ഉണ്ട്. അതായത് ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ഗ്രേ, സിൽവർ, ഇങ്ങനെയും കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇത്രയും ഒരു ഫ്ലാഷി ആയിട്ടുള്ള ഒരു കളർ ഇറക്കിയത് കൊണ്ടായിരിക്കാം ആപ്പിൾ ഇപ്രാവശ്യം ഇത്രയും ഫ്ലാഷി അല്ലാത്ത ഒരു കളർ ഇറക്കുന്നത്, കുറച്ചുകൂടി സബ്റ്റിലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്കർ വേർഷൻ ഓഫ് കളർ ഇറക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഓറഞ്ചിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിങ്കായിട്ട് ടേൺ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആയിട്ട് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ആയിരിക്കും വേറൊരു റീസൺ ആപ്പിൾ കുറച്ചുകൂടി ഡാർക്കർ കളറിലേക്ക് മാറാനായിട്ട്. പിന്നെ iPhone ഫോൾഡിൻ്റെയും ബാക്കിയുള്ള iPhone സീരീസ്, അതായത് iPhone 18 Pro സീരീസിലുള്ള എല്ലാ ഫോൺസിൻ്റെയും CAD റെൻഡേഴ്സ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18 Proൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി തിക്കറായിട്ടുള്ള ക്യാമറ ബമ്പാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല ക്യാമറ അപ്ഗ്രേഡ്സ് ആണല്ലോ അവർ കൊണ്ടുവരുന്നത് ഇപ്രാവശ്യത്തേക്ക്. iPhone ഫോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ iPhone ഫോൾഡിൽ 2 ക്യാമറയേ ഉള്ളൂ. ഇതാണ് ആപ്പിളിൻ്റെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ഐഫോൺ കേട്ടോ. എന്നിട്ടാണ് ഇതിൽ 2 ക്യാമറ വരുന്നത്. അത് മാത്രമല്ല, ഈ CAD റെൻഡേഴ്സിലൊന്നും തന്നെ മാഗ്സേഫ് കാണുന്നില്ല. മാഗ്സേഫ് ഇല്ലാതെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ നോക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആപ്പിൾ ഒരു ഫോൾഡബിൾ ആപ്പിളിൻ്റെ ഈ ഒരു iPhone ഫോൾഡ് ആയിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ സ്ക്രീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനിൻ്റെ റേഷ്യോ അവരുടെ iPad മിനിയുടെ അതേ റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ iPad മിനിയുടെ സെയിം റേഷ്യോയിൽ വരുന്നത് കൊണ്ട് തന്നെ ആപ്പൊന്നും ഒരുപാട് അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ഡിസ്പ്ലേ റെസൊല്യൂഷനിൽ കറക്റ്റായിട്ട് സ്കെയിലിംഗ് ഉണ്ടാവും. പിന്നെ ആപ്പിളിൻ്റെ iPad ആപ്സ് നല്ല ക്വാളിറ്റിയുള്ള ആപ്സ് ആയതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഫോൾഡബിളിലേക്കും ഈ ഒരു ആപ്സിൻ്റെ ക്വാളിറ്റി അതേപോലെ നിലനിൽക്കും. പിന്നെ ഈ ഒരു വൈഡ് ഫോർമാറ്റ് ഓൾറെഡി വേറെ കുറച്ച് സ്മാർട്ട് ഫോൺ മാനുഫാക്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഹ്യൂവയുടെ പ്യൂറ എക്സ് എന്ന് പറയുന്ന പുതിയ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്യൂറ എക്സ് മാക്സ് കേട്ടോ, ആ സ്മാർട്ട് ഫോണിൽ ഈ ഒരു ഫോം ഫാക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ കോമ്പറ്റീഷനായിട്ട് സാംസങ് അവരുടെ ഗാലക്സി വൈഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡും അവർ ഇറക്കുന്നുണ്ട്. ഇനി സാംസങ്ങിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് സാംസങ്ങിൻ്റെ പ്രോഫിറ്റ്സ് എല്ലാം വളരെ താന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ സ്മാർട്ട് ഫോൺ സെയിൽസ് കുറയുന്നത് കൊണ്ടല്ല. S26 അൾട്രയാണ് അവരുടെ ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അൾട്രാ സ്മാർട്ട് ഫോൺ. ഈ ഒരു ഇഷ്യൂ വരാനുള്ള കാരണം റാം പ്രൈസസ് ആണ്. ഇപ്പോൾ സാംസങ് മൊബൈൽ റാം വാങ്ങുന്നത് സാംസങ് സെമി കണ്ടക്ടറിൽ നിന്നാണ്. പക്ഷേ സാംസങ് സെമി കണ്ടക്ടർ സാംസങ് മൊബൈലിന് ഒരു ഫേവറേറ്റിസം ഒന്നും കൊടുക്കുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ റാം എത്ര രൂപയ്ക്ക് കൊടുക്കുന്നോ അതേ പ്രൈസിൽ തന്നെയാണ് സാംസങ് മൊബൈലും ഈ ഒരു റാം വാങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ സാംസങ് മൊബൈലിൻ്റെ പ്രോഫിറ്റ്സ് വല്ലാതെ കുറഞ്ഞു പോവുകയും അതേപോലെ തന്നെ സെമി കണ്ടക്ടറിൻ്റെ പ്രോഫിറ്റ് നല്ല കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ സാംസങ് ഗ്രൂപ്പിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാംസങ് ഗ്രൂപ്പിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ സാംസങ്ങിന് ഇങ്ങനെ ചെയ്തേ പറ്റൂ. അല്ലാണ്ട് റാമിലൊരു പ്രോഫിറ്റ് ഹിറ്റ് എടുത്ത് സ്മാർട്ട് ഫോൺ ബിസിനസ്സിന് ഈ ഒരു റാം കൊടുത്തു കഴിഞ്ഞാലും സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസ് ഒരു പരിധി കൂടുതൽ അവർക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാംസങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. സാംസങ് സെമി കണ്ടക്ടർ LPDDR4 റാം നിർത്തിയിരിക്കുകയാണ്. ഇനി 5 റാമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ LPDDR5 റാം ഇന്നും പ്രൈസിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൊബൈൽ ഡിവിഷൻ്റെ പ്രോഫിറ്റ് ഇന്നും താഴെ പോകും. ഓൾറെഡി തന്നെ സാംസങ് S സീരീസിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മേജറായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഹാർഡ്വെയർ വൈസ് നോക്കാൻ നേരത്തെ എല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡാണുള്ളത്. അപ്പോൾ ഈ നേരത്താണ് ഇനിയിപ്പോൾ ഈ ഒരു റാമിൻ്റെയും കൂടി പ്രൈസ് കൂടാൻ നേരത്ത് S26 അൾട്രയിൽ S27 അൾട്രയിലും എന്ത് അപ്ഗ്രേഡ്സാണ് അവർ കുറയ്ക്കാൻ പോകുന്നത് നമുക്ക് നോക്കി കാണാം. പിന്നെ ആപ്പിൾ ഇപ്പോൾ അടുത്ത 3 കൊല്ലങ്ങളിൽ മേജറായിട്ടുള്ള ക്യാമറ ചേഞ്ചസ് കൊണ്ടുവരുന്ന നേരത്താണ് ചൈനീസ് സ്മാർട്ട് ഫോൺസിൽ ചില സ്മാർട്ട് ഫോൺ മാനുഫാക്ചേഴ്സ് അവരുടെ അൾട്രാ സ്മാർട്ട് ഫോൺ അടുത്ത കൊല്ലം ഇറക്കില്ല എന്നാണ് ഒരു റൂമർ പറയുന്നത്. ഈ റൂമർ അനുസരിച്ചിട്ട് ഒരു കൊല്ലത്തേക്ക് ചൈനീസ് സ്മാർട്ട് ഫോൺസ് പോസ് ചെയ്യാൻ പോവാണ് അവരുടെ അൾട്രാ ഫ്ലാഗ്ഷിപ്സ്. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇത് ഭയങ്കര നീഷ് മാർക്കറ്റാണ്. വളരെ കുറച്ച് ആൾക്കാർ ഈ ഒരു അൾട്രാ സ്മാർട്ട് ഫോൺ വാങ്ങുന്നുള്ളൂ, എസ്പെഷ്യലി ചൈനീസ് ഫോൺസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയറും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയർ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആണ്. ഇപ്പോൾ ക്യാമറ ഹാർഡ്വെയർ നോക്കിയാലും അതിൻ്റെ റാം നോക്കിയാലും എല്ലാം ഭയങ്കര പ്രൈസിയർ ആയിട്ടുള്ള ഹാർഡ്വെയർ ആണ്. അപ്പോൾ ഇത്രയും പ്രൈസിയർ ആയിട്ടുള്ള ഹാർഡ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫോൺസൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഈ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഈ ഫോൺസ് ആളുകൾ വാങ്ങുന്നതുമില്ല. ഇത് വാങ്ങുന്ന കാര്യം മാത്രമല്ല, ഇതിനൊരു ലോങ് ടേം സപ്പോർട്ടാണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോങ് ടേം സപ്പോർട്ട് പ്രോമിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സ് എല്ലാം അവരെന്തായാലും സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും വേണം. ഇതങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എത്രത്തോളം ഇത് ആവശ്യം വരുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ചില സ്മാർട്ട് ഫോൺ കമ്പനീസ്, ചില ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനീസ് അടുത്ത ഒരു കൊല്ലത്തേക്ക് മാത്രം അൾട്രാ സ്മാർട്ട് ഫോൺസ് പോസ് ചെയ്യാന്നാണ് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഗ്ലോബലി വന്ന സ്മാർട്ട് ഫോൺസിൽ ഇപ്രാവശ്യം
ഈ സ്മാർട്ട് ഫോൺസ് വീണ്ടും ചൈനയിലേക്ക് മാത്രമായിട്ട് അൾട്രാ സ്മാർട്ട് ഫോൺസിനെ കുറയ്ക്കുകയായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. കാരണം ഇപ്രാവശ്യം അവരൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒപ്പോടെ ഫൈൻഡ് X9 അൾട്ര ഈ വരുന്ന മെയ് 21 ലോഞ്ച് ചെയ്യാൻ പോവാണ്. X300 അൾട്രയും X300 FEയും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ സെയിൽസ് ഫിഗേഴ്സൊക്കെ നോക്കിയിട്ടായിരിക്കാം മേ ബി ഈ ഒരു ഡിസിഷൻ അവർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ടെക് ന്യൂസിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.